ആശിഷമേകും വിശുദ്ധ ദിനം. സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം. കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം. കർത്താവിനെ ആരാധിക്കുന്ന കർത്തൃദിനമാശവ ആശിഷമേകും വിശുദ്ധ ദിനം. കർത്തൃദിനമാശവ ആശിഷമേകും വിശുദ്ധ ദിനം. ദൈവത്തെ
പിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണച്ച് കുമ്പിടുന്നു. ആമേൻ. സ്തുതിപ്പിൻ നന്മ ദൈവത്തെ, സ്തുതിപ്പിൻ സൃഷ്ടി സർവമേ, സ്തുതിപ്പിൻ സ്വർഗ സംഗമേ. താതൻ സുതൻ ശുദ്ധാത്മനേ. ആമേൻ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പരിശുദ്ധ ദൈവമേ, ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിൽ സാബത്ത് ആരാധകരായിട്ട് ഞങ്ങൾ സമ്മേളിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് പാപങ്ങളെ ക്ഷമിച്ച് ദൈവവചനത്തെ അന്ത്യകാല സംഭവങ്ങളെപ്പറ്റി ചിന്തിച്ച് വിരമിപ്പിക്കുന്നതിന് സഹായിക്കണമെന്ന് യേശുവിൻ്റെ തന്നെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രവിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയുടെ തുടർച്ചയായി നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് സത്യപ്രതി ഗാനത്തിലെ 75-ാമത്തെ ഗാനം, കർത്താവിലെന്നും എൻ്റെ ആശ്രയം എന്ന ഗാനം നമുക്ക് ഏവർക്കും ചേർന്ന് പാടാം. 75-ാമത്തെ ഗാനം. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എൻ്റെ ആഗ്രഹം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചൊല്ലും ഞാൻ. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചൊല്ലും ഞാൻ. ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു പാട്ടുന്നേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴി ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴി ഹല്ലേലൂയ പാടും ഞാൻ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്തിടും, വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വൻതിര പോലൊരു ക്ലേശങ്ങൾ വന്നാലും നല്ലവൻ ചൊല്ലി എല്ലാം മാറിടും. ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുന്നേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴി ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴി ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും. തൻ സ്നേഹം ചൊല്ലാൻ പോരാ വാക്കുകൾ. ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുന്നേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴി ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര
പാടും ഞാൻ. എൻ സ്വന്ത ബന്ധുമിത്രരേവരും എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാൻ, കൈവിടില്ലെന്നൻ വാഗ്ദത്തമുള്ളതാൻ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. ആത്തുമായി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുന്നേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴി ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴി ഹല്ലേലൂയ പാടും ഞാൻ. നമുക്ക് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഈ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടങ്ങെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അടിയങ്ങൾക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതായ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അങ്ങയുടെ വചനം ശ്രവിക്കുവാനും അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും ഒരുക്കി തന്ന വലിയ സൗഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുകയാണ്. കർത്താവെ, ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന, ഇത് വീക്ഷിക്കുന്ന, ഇത് കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ ക്രൂശിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൂത് നൽകുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ അത് ഏറ്റെടുത്ത് തിരുനാമ മഹത്വനെ ജീവിപ്പാൻ സഹായിക്കണമേ. ശുശ്രൂഷയുടെ ആദ്യോടന്തം അങ്ങയുടെ നടത്തിപ്പ് കൂടിയിരുന്ന് സകലതും ചന്തോചിതമാക്കണമെന്ന് ഞങ്ങൾക്ക് ജീവൻ തന്ന അരുമരക്ഷേൻ്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഈ സമയത്ത് നമുക്കൊരു പ്രത്യേക ഗാനം കേൾക്കാം. അതിനായി എമിലി ഫെർണാണ്ടസിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. എമിലി ഫെർണാണ്ടസ് ഇപ്പോൾ ഒരു പ്രത്യേക ഗാനം ആലപിക്കുന്നതായിരിക്കും.
ചെയ്യും നിൻ പാതയിൽ ക്രൂശിൽ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യും നിൻ പാതയിൽ. യേശുവേ എൻ പ്രാണനാഥാ, ജീവൻ തന്ന സ്നേഹനാഥാ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ. ഇന്റേതെല്ലാം നാഥൻ ദാനം, ധനം ബലവും മഹിമയെല്ലാം ലോകം നൽകും. പേരുവേണ്ട പ്രാണപ്രിയൻ കൂടെ മതി, ലോകം നൽകും. പേരുവേണ്ട പ്രാണപ്രിയൻ കൂടെ മതി. യേശുവേ എൻ പ്രാണനാഥാ, ജീവൻ തന്ന സ്നേഹനാഥാ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എൻ്റെ ആത്മനാഥനേ. മനോഹരമായ ഗാനം പാടിയ എമിലിയോടുള്ളതായ നന്ദി രേഖപ്പെടുത്തുന്നു. എമിലിക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്ത് ദൈവനാമ മഹത്വത്തിനായി വീണ്ടും ഉപയോഗിക്കാൻ ദൈവം അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള സമയം നമുക്ക് തിരുവചന ശ്രവണത്തിനുള്ള സമയമാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ ഇവിടെ ആയിരിക്കുന്നവരെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പാസ്റ്റർ VK ജോൺ ഇവിടെയുണ്ട്. അദ്ദേഹം ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ട്രഷററുടെ സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹം ഉള്ളത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നൽകുന്നത് പാസ്റ്റർ AJ ടിറ്റോയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പല പ്രാവശ്യം ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം സെവന്ത് ഡേ സഭയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണെങ്കിലും സുവിശേഷത്തിലുള്ള തൻ്റെ എരിവ് അദ്ദേഹത്തെ വെറുതെ ഇരുത്താതെ ഈ അദ്ദേഹത്തിന് ദൈവം നൽകിയിരിക്കുന്നതായ ദൂതുകൾ, സന്ദേശങ്ങൾ മറ്റുള്ളവരെ പങ്കുവെക്കുവാൻ അദ്ദേഹം എടുത്തിരിക്കുന്നത് നല്ല താല്പര്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹം ആയിരിക്കുന്നതിൽ നന്ദിയോടെ അതിൽ സന്തോഷമുണ്ട്. ഇന്ന് വചന ശുശ്രൂഷിക്കുന്ന അദ്ദേഹമാണ്. വചന ശുശ്രൂഷയ്ക്കായി അദ്ദേഹത്തെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഈ മനോഹരമായ ശബദിൽ ഈ പ്രദേശത്തും ലോകത്തെമ്പാടും എന്നെ ശ്രവിക്കുന്ന ക്രിസ്തുവേശുവിൽ ഉള്ള സഹോദരി സഹോദരന്മാരും പുണ്യവാളന്മാരും പുണ്യവതികളുമായുള്ളവരെ, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം. Greetings in the precious name of Jesus to the saints and saintesses in Jesus Christ. ഈ മനോഹര ശബദിൽ നാം ദൈവാരാധനയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം an anecdote for materialism. ഭൗതികവാദത്തിന് എതിരെയുള്ള ഒറ്റമൂലി. An anecdote for materialism. നാം ജീവിക്കുന്ന ലോകം
ഭൗതികവാദത്തിൽ മുങ്ങിത്തപ്പുകയാണ്. നാനാ സ്ഥലങ്ങളിൽ യുവതി യുവാക്കള് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മധ്യവയസ്കരും വന്ധ്യവയോധികരും ഭൗതിക സുഖങ്ങളിൽ പരിലസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൗതിക സുഖങ്ങൾ വേദപുസ്തകം ഇതിനെപ്പറ്റി പറയുന്നത് 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് നയനസുഖം, വാക്സുഖങ്ങൾ, സംഭോഗസുഖങ്ങൾ ഇന്ന് ലൈംഗിക അസംതൃപ്തിയിൽ ജനലക്ഷങ്ങൾ യുവതി യുവാക്കൾ ജീവിക്കുകയാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ വൈകല്യമായിരിക്കുകയാണ്. ഒരാളെ കണ്ടുമുട്ടാം, അവരെ സ്നേഹിക്കാം, ഉപേക്ഷിക്കാം എന്ന സർവ പ്രായോഗികമായ അപ്രായോഗികമായ പരിപാടികളിലൂടെയും ഫോർമുലകളിലൂടെയും യുവജനങ്ങൾ സഞ്ചരിക്കുകയാണ്. നമ്മൾ ഒരു പ്രണയത്തെ നിരസിച്ച ഒരു യുവ ഡോക്ടറിൻ്റെ കൊലപാതകത്തെപ്പറ്റി ചില ദിവസങ്ങൾക്ക് മുമ്പ് വായിച്ചു. ലോകത്തെമ്പാടും മനുഷ്യർ വൈകൃതങ്ങളായ ചിന്തകളില്, പൈശാചിക ബാധകളില്, നയനസുഖങ്ങളില്, ദാമ്പത്യ അരിഷ്ടതകളില്, പ്രണയ അസാഫല്യതകളില് എല്ലാം സഞ്ചരിച്ച് വൈകൃതമായ ലോകത്തിൻ്റെ ഭൗതികവാദത്തെയും വികലങ്ങളായ തത്വസംഹിതകളെയും ദൈവരാഹിത്യത്തിൽ നീറാടി സഞ്ചരിക്കുമ്പോൾ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു, ബിവെയർ, പുട്ട് എ സ്റ്റോപ്പ് ടു യുവർ ട്രാവൽ, പുട്ട് എ സ്റ്റോപ്പ് ടു യുവർ സ്റ്റെപ്സ്, ഹോൾട്ട്. വിശുദ്ധ മത്തായി 16:26. Can a man gain the whole world and lose his own soul? What shall a man profit if he shall gain the whole world and lose his own soul? ഒരുത്തൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? The whole world is in a fascination, is in a magnetic circle, being attracted and repulsed by the innumerable multiplicity of the things and the things. സാധനങ്ങളുടെ അത്യാക്രമണത്തിന് കീഴിൽ മനുഷ്യർ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, സർവലോകവും നേടിയാലും നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത്? എ വെരി കാർഡിനൽ ക്വസ്റ്റ്യൻ ടു പോണ്ടർ ഓവർ ദിസ് മോർണിംഗ്. ദാമ്പത്യത്തിൽ അസന്തുഷ്ടരായവർ, ആയിരക്കണക്കിന് ചെറുപ്പക്കാര് ഭൗതിക ഗുണങ്ങളോടുകൂടിയ നവവധുക്കളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ആന്തരിക ചൈതന്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ബാഹ്യമോടിയിലും സൗന്ദര്യവൽക്കരണത്തിലും അതുപോലെ കൃത്രിമ സൗന്ദര്യവൽക്കരണത്തിലും വ്യാപൃതരായിരിക്കുന്ന ലോകത്തോട് വേദപുസ്തകം പറയുന്നു, ഹോൾട്ട്. ലോത്തിന്റെ ഭാര്യയോടെന്ന് ദൂതന്മാർ മുന്നറിയിപ്പ് നൽകിയത് ഇന്നും സാങ്കത്യമേറിയതാണ്. ലുക്ക് നോട്ട് ബിഹൈൻഡ് ലെസ്റ്റ് യു ബി ലോസ്റ്റ്. പിറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ലൂക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം.
റിമെമ്പർ ലോട്ട്സ് വൈഫ്. ലോത്തിന്റെ വിപുലമായ സമ്പത്തിനെ പറ്റി, വിപുലമായ സാധന സാമഗ്രികളുടെ കൂമ്പാരത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ലോത്തിന്റെ ഭാര്യ പുറകോട്ട് നോക്കി. ഒരു ഉപ്പുതൂ. ഷി ബിക്കെയിം എ പില്ലർ ഓഫ് സോൾട്ട്. മുഴു ലോകവും ഉപ്പുതൂണുകളാകുന്നതിനുള്ള വ്യഗ്രതയില് ദൈവരാജ്യത്തെ പറ്റിയുള്ള അന്വേഷണമില്ലാതെ ഭൗതികവാദികളായിട്ട് തിയേറ്ററിക്കൽ പെർഫോമൻസിനും മദ്യപാനത്തിനും മയക്കുമരുന്നുകൾക്കും വിധേയരായിക്കൊണ്ട് ജനലക്ഷങ്ങൾ സഞ്ചരിക്കുമ്പോൾ ശലോമോൻ ജ്ഞാനി പ്രഖ്യാപിക്കുന്നത്, സഭാപ്രസംഗി 12 എക്ലീസിയാസ്റ്റസ്, റിമെമ്പർ നൗ ദൈ ക്രിയേറ്റർ ഇൻ ദ ഡേയ്സ് ഓഫ് യുവർ യൂത്ത്. നിന്റെ യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ഭയചകിതമായ സമയങ്ങളും നിങ്ങൾ വന്ധ്യവയോധികരായി എഴുന്നേൽക്കുവാൻ പോലും സാധിക്കാത്ത ശക്തിക്ഷയത്തിലേക്കും മാനവരാശി നീങ്ങുവാൻ, സോ റിമെമ്പർ നൗ ദൈ ക്രിയേറ്റർ. എന്താണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ. നമ്മൾ കേൾക്കുന്നു, ഒരു പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച ഒരു ജനനേതാവ് അവരുടെ മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടി ആ പാർട്ടിയെ ത്യജിച്ചുകൊണ്ട് മറുകണ്ഠം ചാടുന്നു. അതിന് കോടിക്കണക്കിന് രൂപയും സ്വർണവും നിധികളുമെല്ലാം അതിൻ്റെ പേരിൽ കൈവശമാക്കുന്നു. വളരെ പ്രബലമായ സെൽഫിഷ്നസ്, സ്വാർത്ഥത. എല്ലാത്തിനും വേണ്ടിയുള്ള അത്യാശ. Covetousness is a sin and it is depicted as the 10th commandment. അന്യരുടെ വസ്തുവകളെയും ഭാര്യയും മോഹിക്കരുത്. നിയമരാഹിത്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തില് കൊറോണയുടെ പാരബ്രഹ്മ്യത്തില് അതിൻ്റെ പരമോന്നത കോടിയിൽ 3ാം തരംഗത്തിന് വേണ്ടി വളരെ സങ്കടത്തോടുകൂടെ, ദുഃഖത്തോടുകൂടെ, പരിഭ്രാന്തിയോടുകൂടെ ഒരു ലോകം നോക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വാട്ട് ഷാൽ എ മാൻ ഗെയിൻ ഇഫ് ഹി ഗെയിൻ ദ ഹോൾ വേൾഡ്. അനവധി പേര് ദൈവത്തെ പാടെ വിസ്മരിച്ചിരിക്കുകയാണ്. God is totally forgotten. His commandments are null and void. They are not thinking about God. They are thinking about their own better half, their children, their interests, their rituals, their deeds, their profiteering methods, their immature moods, their lifestyle of living is in a hazardous situation. ജീവിതചര്യകൾ അമ്പേ അപകടത്തിലായിരിക്കുന്നൊരു കാലഘട്ടം. ഗ്രീക്ക് ചിന്തകന്മാരെ പോലെ, എപ്പിക്യൂറിയൻ ചിന്തകന്മാരെ പോലെ, ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ടുമോറോ വിൽ കം ടുമോറോ, തിന്നുക, കുടിക്കുക, ഉല്ലസിക്കുക, നാളെ വരും എന്നുള്ള എപ്പിക്യൂറിയൻ സിദ്ധാന്തത്തിൻ്റെ ഒരു പുനരാവിഷ്കരണം നടന്നിരിക്കുന്ന 21ാമത്തെ ഈ ഘട്ടത്തിൽ വേദപുസ്തകം ആവശ്യപ്പെടുന്നു, പരിശുദ്ധാത്മ പ്രേരിതരായി പരിശുദ്ധാത്മാഭിഷേകം ധരിച്ചുകൊണ്ട് എല്ലാ സത്യത്തിൻ്റെയും
നീതിയുടെയും ന്യായവിധിയുടെയും പാപബോധമുള്ളവരായിട്ട് പാപത്തെ ഉപേക്ഷിക്കുന്നതിൻ്റെ സാങ്കത്യതയെപ്പറ്റി വിശുദ്ധ യോഹന്നാൻ 16:8 16-13 ചൂണ്ടിക്കാണിക്കുകയാണ്. When he shall come, he shall convict you of sin and of judgment and of the things to come. വരുവാനുള്ളവയെപ്പറ്റി പ്രബോധനം നടത്തുന്ന പരിശുദ്ധാത്മാവ് അതിന് കീഴടങ്ങുന്നതിന് ഭൗതിക ലോകം, ഭൗതികവാദികള്, അരിഷ്ട സിദ്ധാന്തക്കാര്, അതുപോലെ പ്രേതാത്മവാദികള് എല്ലാം സംശയദൃഷ്ടിയോടുകൂടെ നോക്കുകയാണ്. Skepticism is the greatest sin of the time. എന്താണ് സംശയം? എല്ലാത്തിനെ പറ്റിയും സംശയം. അഗ്നോസ്റ്റിസം, ദൈവം ഉണ്ടെന്ന് പറയാൻ പാടില്ല, ഇല്ലെന്ന് പറയാൻ പാടില്ലെന്നുള്ള സിദ്ധാന്തം ലോകവ്യാപകമായി പടർന്നു പന്തിരിച്ചിരിക്കുന്ന വിഗ്രഹാരാധന. The Seventh-day Adventists are iconoclasts, not idolaters. വിഗ്രഹാരാധനക്കെതിരായിട്ട് ആകാശത്തിലോ ഭൂമിയോ ഭൂമിക്കീഴെ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെ വിഗ്രഹവും ഉണ്ടാക്കരുതെന്നുള്ള പുറപ്പാടിൻ്റെ പുസ്തകം 20 2, 3, 4 വാക്യങ്ങൾ ലോകവ്യാപകമായിട്ട് ഉദ്ധരിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, അതാണ് ശേഷിപ്പ് സഭയുടെ വക്താക്കൾ. വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി ടുഡേ? ഈ സംഭീതമായ COVID-19 പ്രത്യാക്രമണത്തിൽ അതിൻ്റെ 3ാം തരംഗത്തെപ്പറ്റി ആശങ്കാകുലരായിരിക്കുമ്പോൾ മഹാരാജാവും വൈദ്യന്മാരുടെ വൈദ്യനുമായ യേശു ക്രിസ്തു വിളിക്കുന്നു, കം unto me ye that are heavy laden, I will give you rest. ഭാരം ചുമക്കുന്നവരും കഷ്ടപ്പെടുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കും. The same tender voice which gave vibrancy of life and new life to the paralytic at the Bethesda pool is still available for your service, and his hands are stretched out, you can hold on unto him. 2000 സംവത്സരങ്ങൾക്ക് മുമ്പ് 38 സംവത്സരക്കാലം ദാരുണ്യത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യന് നിന്റെ കിടക്ക എഴുന്നേറ്റ് നടക്കുവിനെന്ന് ആജ്ഞാപിച്ച യേശു ക്രിസ്തുവിൻ്റെ മഹാദൗത്യവാഹന ശക്തി, അവൻ്റെ സ്നേഹപ്രമേയങ്ങള്, വാക്തത്വമേറിയ അവൻ്റെ നീട്ടിയ വലങ്കരങ്ങള്, നീതിയുള്ള കലങ്ങള് മേൽ നിങ്ങൾക്കിന്നും ആകർഷിതരായി തൂങ്ങിപ്പിടിച്ച് രക്ഷ പ്രാപിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, you are invited to cling on the righteous right hand of Jesus the Christ, who is coming as the King of Kings and Lord of Lords. രാജാധിരാജാവായി കർത്താധികർത്താവായി വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ ശാശ്വത നീതീകരങ്ങളിലേക്ക് എത്തിപ്പിടിക്കുവാൻ I appeal to you this morning. You have to bury materialism. You have to bury the perverted sexual features. You have to bury your wrong reading and your wrong eating, your wrong drinking. നിങ്ങളുടെ തെറ്റായ കുടിയെയും വായനയും കാഴ്ചയും നിങ്ങളുടെ തെറ്റായ TV ചാനൽ പ്രേമങ്ങളെയുമെല്ലാം സംസ്കാര ശുശ്രൂഷ നടത്തേണ്ടിയിരിക്കുന്നു. You have to bury all that is bad, all that is negative,
all that is not giving any energy, and you have to hold on to Jesus and his sermon on the mount. യേശുവിനെയും അവൻ്റെ അത്ഭുതകരമായ മലപ്രസംഗത്തെയും യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവീൻ തുറക്കപ്പെടും. വിശുദ്ധ മത്തായി 5, 6, 7 അധ്യായങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് ധ്യാനനിരതരായി വായിക്കുവാൻ സാധിക്കും. It is an anecdote against materialism. It is an anecdote against the greed, against the existing phenomenal system of material. It is to be buried once and for all. നിങ്ങളുടെ വസ്ത്ര അലങ്കാരങ്ങളെയും ആഭരണ പ്രേമങ്ങളെയും എല്ലാം ഉപേക്ഷിക്കുന്നതിനുള്ള ദൈവവിളി ഈ മധ്യാഹ്നത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. I humbly submit before you to surrender your lives against ornaments, against wrong eating, against wrong reading, against all your wrong salient features of your life. നിങ്ങളുടെ തീറ്റയെയും കുടിയെയും പരിഷ്കരിക്കുന്നതിന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഉത്ബോധനം ചെയ്യുകയാണ്. നിങ്ങളുടെ അടുക്കളയ്ക്ക് പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അമ്മമാരോട് ഈ മധ്യാഹ്നത്തിൽ വേദപുസ്തകം ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ കാപ്പിയും ചായയും നിങ്ങളുടെ തെറ്റായ പ്രവണതകളും തെറ്റായ തീറ്റയും വ്യായാമരഹിതമായ ജീവിതവുമെല്ലാം ഇന്ന് കുഴിച്ചിട്ടുകൊണ്ട് in Jesus Christ you have to be risen again with a motto, with a proclamation of the everlasting gospel. നിത്യസുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് യെശയ്യാവ് പ്രവാചകനോടൊപ്പം Isaiah the 60th chapter verse, arise, shine, for thy light is come now. എഴുന്നേറ്റ് പ്രകാശിക്കുകയും ഭൗതികവാദത്തെ കുഴിച്ചു മൂടിക്കൊണ്ട്, പ്രേതാത്മവാദത്തെ കുഴിച്ചു മൂടിക്കൊണ്ട്, വിഗ്രഹാരാധനയെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മനസ്താപത്തോടും പശ്ചാത്താപത്തോടും പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ഐകമത്യത്തിലേക്കും ഏകീകൃത സ്വഭാവത്തിലേക്കും പരിശുദ്ധാത്മ സഹായത്തോടുകൂടെ എത്തുവാൻ ഈ മധ്യാഹ്നം ആജ്ഞാപിക്കുകയാണ് പരിശുദ്ധാത്മാവ്. This afternoon the Holy Spirit instructs you to take a stand for Jesus, a very solid stand. ശദ്രാക്കും മെശക്കും അബദ്നിഗോയും ശീനാർ മരുഭൂമിയിൽ നെബൂഖദ്നേസർ രാജാവ് നാട്യവിഗ്രഹത്തിന് കുമ്പിടാൻ ആജ്ഞാപിച്ചപ്പോൾ രാജ്യത്തെ മന്ത്രിമാരും അതുപോലെ മാന്ത്രികന്മാരും എല്ലാ നേതാക്കന്മാരും ഉപനേതാക്കന്മാരും രാജ്ഞിമാരും ഗവർണർമാരും രംഗപ്രവേശം ചെയ്തപ്പോൾ ശദ്രാക്ക് മേശക്ക് അബദ്നിഗോ ദാനിയേൽ അവര് വാതിലുകളെ അടച്ച് ഏകാന്ത പ്രാർത്ഥനയിലേക്ക്, ദാറ്റ് ഈസ് ദി എവർലാസ്റ്റിംഗ് ഗോസ്പൽ. That is the stand against materialism, against Darwinism, against communism, against atheism and all the multiple isms of today. ഇന്ത്യയ്ക്കോ ലോകത്തിനോ ഒരു രാഷ്ട്രത്തോ ഒരു ഈസവും നിങ്ങളെ ഒരു സ്ഥാനത്തേക്കും രക്ഷപ്പെടുത്തുകയില്ല. ഇതെല്ലാം വൈകാരിക they are emotional agendas and tactical policies to lead crowds for their vote bank. വൈകാരികതയിൽ നിന്ന് അവരുടെ സ്ഥാനമാനങ്ങൾക്കോ അവരുടെ ഭരണാധികാരത്തിനും
വോട്ടിലേക്ക് നയിക്കുന്ന ചില സൂത്രങ്ങൾ മാത്രമാണിതെല്ലാം. ആ യുവ നിയമജ്ഞൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണം, ഞാൻ എൻ്റെ ബാല്യം മുതലേ ദൈവകൽപ്പനകളെപ്പറ്റി ബോധമുള്ളവനാണ്, അതിനെ പിന്തുടരുന്നവനാണ്. Jesus' proclamation is so important. Now sell all your property and give to the poor. ഭൗതികവാദത്തിനെതിരായുള്ള മറുമരുന്ന്, നിന്റെ സർവസമ്പത്തിനെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുകയും. പ്രിയമുള്ള സ്നേഹിതരെ, നിങ്ങൾ ഇന്ന് ചിന്തിക്കും, ഞാൻ പഠനത്തിൻ്റെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദങ്ങളുടെയും ഗവേഷണ ബിരുദങ്ങളുടെയും ഉടമസ്ഥനായ എനിക്ക് എന്തല്ല നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. യുവർ PhD, യുവർ പോസ്റ്റ് ഗ്രാജുവേഷൻ can do nothing for you except ye be born again by the water and by the Spirit. That was the proclamation given to Nicodemus by Jesus the Christ on that night when he met him. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്ന സ്വർഗരാജ്യം നഗലയാണ്. ഇന്നത്തെ ലോകം ഭൗതികവാദത്തിൽ അകപ്പെട്ട് നിരാശാ സിദ്ധാന്തങ്ങളിലും മനുഷ്യനിർമ്മിതമായ വാദഗതികളിലും എപ്പിക്കൂറിയൻ സിദ്ധാന്തങ്ങളിലും നക്സൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിലുമെല്ലാം ആകർഷിതരായിട്ട് വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, മൈ ഡിയർ സൺ, മൈ ഡിയർ ഡോട്ടർ, യു ആർ പർച്ചേസ്ഡ് ബൈ പ്രഷ്യസ് ബ്ലഡ്. അപ്രകാരം ഗതിമാറി സഞ്ചരിക്കുന്നവരോട് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട മകനെ, എൻ്റെ പ്രിയപ്പെട്ട മകളെ, എൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട പുത്രീ പുത്രന്മാരെ, കം അൺടു മീ. നിങ്ങൾ ഭൗതികവാദത്തെപ്പറ്റിയും നിങ്ങളുടെ സമ്പത്തിനെ പറ്റിയുമെല്ലാം അത്യാകർഷണത്തോടുകൂടെ മനക്കോട്ടകൾ നിർമ്മിക്കുന്നു. യു മേ ബി ബിൽഡിംഗ് castles in the air. Now the time has come. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 13-ാം അധ്യായം റോമർക്ക് എഴുതിക്കൊണ്ട് പറയുന്നു, today is the day of salvation. Now is the time. Accepted time has come. സ്വീകാര്യമായ സമയം വന്നിരിക്കുന്നു. അന്ധകാരത്തിന്റെ ശക്തികളെ വേർപെട്ട് യേശുക്രിസ്തുവിനെ ധരിക്കുവീൻ. റോമർ 13 put on now Jesus the Christ. സാങ്കത്യമേറിയ അത്ഭുതാവഹമായൊരു സഞ്ചാരം. ദമസ്കോസ് റോഡിൽ ആ മിന്നൽ പിണറുകളാൽ നിലം പതിക്കുന്നത് വരെ യേശുവിൻ്റെ പ്രചാരകന്മാര് മഹാപുരോഹിതന്റെ ഔദ്യോഗിക അംഗീകാരത്തോടുകൂടെ ജയിൽ പുള്ളികളാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്ന, ശിക്ഷിച്ചുകൊണ്ടിരുന്ന ശൗല് ബോധരഹിതനായി ഒരു കണ്ണിന്റെ കാഴ്ച ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെട്ടുകൊണ്ട് നിലം പരിശായിരിക്കുമ്പോൾ, യു പെർസിക്യൂട്ട് ജീസസ് ഓഫ് നാസറത്ത് എന്ന് പ്രഖ്യാപിച്ച ആ ശരീരി മുഴുവൻ ലോകത്തോടും പ്രഖ്യാപിക്കുകയാണ്, ഇന്നു തന്നെ രക്ഷയുടെ ദിവസം, ഇന്നു തന്നെ സുപ്രസാദ കാലം, മനം തിരുവീൻ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന പണ്ഡിതന്മാരെ, എന്നെ കേൾക്കുന്ന പ്രൊഫസർമാരും ന്യായാധിപന്മാരും രാഷ്ട്രമീമാംസകരും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും, എന്നെ കേൾക്കുന്ന പ്രവാചകന്മാരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനവധി ശുശ്രൂഷകളിൽ വ്യാപൃതരായിരിക്കുന്നവരും,
യു സ്റ്റോപ്പ് എ മിനിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ മൃദുലസ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി ഒരു തെല്ലിട കൊടുക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. I appeal to you this time to give a hearing of the soft voice of the Holy Spirit now. നിങ്ങളുടെ രഹസ്യവും പരസ്യവുമായ പാപങ്ങളെ ഉപേക്ഷിക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വിനയാന്വിതരായിട്ട് യഥാസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായിരിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുവിന് വേണ്ടി ഫലമേൽപ്പിക്കാം. രാജാധിരാജാവായിട്ട് പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന യേശു മഹാരാജാവ് നിങ്ങളെ ഈ നിമിഷത്തിൽ സ്വീകരിക്കുന്നതിന് തയ്യാറായി നിൽക്കുന്ന രാജാധിരാജാവും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതു ഭാഗത്ത് മനുഷ്യരാശിക്ക് വേണ്ടി വലിയ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. മനുഷ്യർക്കും ദൈവത്തിനുമിടയുള്ള ഏക മാധ്യസ്ഥനായ യേശു മഹാരാജാവേ, നിന്റെ ന്യായവിധി അവസാനിച്ച് രാജാധിരാജാവിൻ്റെ കിരീടധാരണത്തോടുകൂടി ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന സമയം ആസന്നമായിരിക്കയാൽ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ രഹസ്യ പാപങ്ങളെ വിട്ടു അകലുന്നതിന് ഉപേക്ഷിക്കുന്നതിന് will you decide now? നിങ്ങൾ തീരുമാനിക്കുമോ? ദൈവത്തിൻ്റെ സഭയ്ക്ക് വിശുദ്ധ ദശാംശത്താലും സ്വമേധ കാണിക്കകളാലും ആരോഗ്യ നിയമങ്ങളാലും ഒരു സമ്പുഷ്ടമായ ജീവിതം കാഴ്ചവെക്കുന്നതിന് നിങ്ങൾ ഇന്ന് പുനർസമർപ്പിക്കുന്നതിന് തയ്യാർ? ആർ യു റെഡി ടു റീകോൺസിക്രേറ്റ് യുവർ ലൈഫ്സ്, ടു കമ്മിറ്റ് യുവർ ബോഡി ആസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, പർച്ചേസ്ഡ് ബൈ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ഇഫ് സോ, ദ ടൈം ഈസ് നൗ. നിങ്ങളുടെ ചിന്താധാരകളെ, നിങ്ങളുടെ ഭൗതിക മനക്കോട്ടകളെ, നിങ്ങളുടെ അസാങ്കത്യമായ അഭിലാഷങ്ങളെ എല്ലാം ഉപേക്ഷിക്കുന്ന ദൈവാത്മാവ് ഈ സമയത്ത് നിങ്ങൾക്ക് ഉത്തേജകമായി തീരട്ടെ. It is my earnest prayer that the Holy Spirit may persuade you to take a decision for Jesus and Jesus alone, because He is the Creator, He is the Lord of the Sabbath, He is coming as the King of Kings. Will you prepare? Will you stand? ഫെസ്റ്റസ് രാജാവിൻ്റെയും അഗ്രിപ്പ രാജാവിൻ്റെയും മുന്നിൽ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രഭാഷണം ലോകപ്രസിദ്ധമാണ്. അല്പത്തിൽ നീ എന്നെ ക്രിസ്ത്യാനിയാക്കുന്നതിന് സ്വാധീനിക്കുന്നുവോ? Whether you are pursuing me to be a Christian with a short presentation of the gospel. ഇന്ന് ലോകം വൈകൃതമായ മേഖലകളിലൂടെ, അരോചകമായ സ്ഥിതിവിശേഷങ്ങളിലൂടെ, രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലൂടെ, കൊറോണ എന്ന മഹാസംഭീതിയിലൂടെ, മഹാമാരിയിലൂടെ, അതിൻ്റെ പരിണത ഫലങ്ങളിലൂടെ, കുത്തിവയ്പ്പെന്ന വലിയ കടമ്പയ്ക്ക് വിധേയരായിക്കൊണ്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ അതിൻ്റെ ദുഃഖത്തിലും അതിൻ്റെ മോചനത്തിലും വിശ്വസിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, though you have gained the whole world, you have lost yourselves. നിങ്ങൾ
മുഴു ലോകവും നേടിയാലും നഷ്ടപ്പെട്ടവരായിട്ട് നിൽക്കുകയാണ്. In order to rectify this loss, I am giving the antidote, the medicines today. ഈ നഷ്ടത്തിൽ നിങ്ങളെ മോചിതരാക്കുന്നതിന് വേണ്ടി വെളിപ്പാടുകാരൻ 2-3 വസ്തുതകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കണ്ണിന് കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി ലേപം an ointment for the smooth feeling of an ointment for your eyes, white linen which represents the righteousness of Jesus Christ. യേശുവിന്റെ നീതിയെ ചൂണ്ടിക്കാണിക്കുന്ന ശുഭ്രവസ്ത്രം, പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്ന കണ്ണിന്റെ ലേപം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം നമ്മൾ നമ്മുടെ സിദ്ധാന്തങ്ങളും ഭൗതികവാദങ്ങളും വേദപുസ്തക വിരുദ്ധമായ ആശയങ്ങളും വിഗ്രഹാരാധനയും സാപത്തിനൊക്കെയുമെല്ലാം ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാടുകാരൻ പ്രഖ്യാപിക്കുന്നു, you partake the following things. ഇന്നത്തെ ആവശ്യകത പരിശുദ്ധാത്മാഭിഷേകം ചെയ്യപ്പെട്ടവരുടെ ജീവിതശൈലി. മുഴു ലോകവും മുയടിച്ച് തെറ്റായ ഭക്ഷണ പദാർത്ഥങ്ങളും മദ്യപാനങ്ങളും വികലങ്ങളായ കുടിസാധനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ the clarion call is, you are the temple of the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താൻ you are not your own, you are purchased with a precious price. യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട നിങ്ങൾ, you are the slaves and doulos of Jesus Christ. യേശുവിന്റെ അടിമകളാണ്. അമേരിക്കൻ രാജ്യത്തിന് അടിമത്ത സമ്പ്രദായത്തിനെതിരായിട്ട് ധീരരക്തസാക്ഷിയായ പ്രസിഡന്റായിരുന്നു ശ്രീ അബ്രഹാം ലിങ്കൺ. വേദപുസ്തകത്തെ പിന്തുടർന്ന അദ്ദേഹം സുപ്രധാനങ്ങളായ തീരുമാനങ്ങളും ഭരണഘടന നിയമനിർമ്മാണങ്ങളും നടത്തിക്കൊണ്ട് അടിമത്ത സമ്പ്രദായത്തിൽ വിടുതൽ കൊടുക്കുന്നതിന് മുഴു ലോകവും പൈശാചിന്റെ ആധിപത്യത്തിലും ദൈവലംഘനങ്ങളുടെ ബാഹുല്യതയിലും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലും സാമ്പത്തിക ചുതിയിലും അകപ്പെട്ടിരിക്കുമ്പോൾ, സാംസ്കാരിക ചുതിയിലകപ്പെട്ടിരിക്കുന്ന ലോകത്തോട് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, arise, shine, for the light is come. ഇന്ന് ഈ വമ്പിച്ച വിളി യേശു ക്രിസ്തു പ്രദാനം ചെയ്യുക. ശമര്യക്കാരത്തെ സ്ത്രീയോട് ദാഹം നിർമ്മാർജ്ജനം ചെയ്യുന്ന ജീവന്റെ ജലത്തിന്റെ തരുവാൻ പര്യാപ്തനായ ഞാൻ സ്വർഗത്തിൽ നിറക്കപ്പെട്ട സ്വർഗീയ അർത്ഥമാണെന്ന് പ്രതിപാദിച്ചപ്പോൾ ആ ശമര്യക്കാരത്തെ സ്ത്രീ ആ മധ്യാഹ്നത്തില് പൂർവപിതാക്കന്മാരുടെ ആ കിണറ്റിന്റെ തന്റെ ബക്കറ്റും പാത്രങ്ങളും വെച്ചിട്ട് ശമരിയിലേക്ക് പോയി അവളുടെ എല്ലാവരെയും, ഇതാ ഞാൻ മനുഷ്യരെ കണ്ടെത്തിയിരിക്കുന്നു, I have come across and seen the Messiah, come and see and enjoy the redemption that is available in him. ശമര്യക്കാരത്തെ സ്ത്രീയുടെ ആഹ്വാനം
എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ആഹ്വാനമായി രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിലെമ്പാടും പ്രസംഗിക്കപ്പെടുമ്പോൾ ലോകാവസാനം വരും. This gospel of the kingdom shall be preached for a witness unto all nations, and then shall the end become. വിശുദ്ധ മത്തായി 24:14. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകാവസാനം ആസന്നമായിട്ട് അതിന്റെ 12-ാം മണിനേരത്തിലേക്ക് ഘടികാരം അടിക്കുന്നതിന് സമയസൂചിക ദ്രുതഗതിയിൽ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തില് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ അത്ഭുത ജീവദായകനായ കൃപയുടെ ഉടമസ്ഥനായ ന്യായപ്രമാണങ്ങളുടെ ദാതാവായ നവോദിക്ക സഭയിലേക്ക് യേശുവിന്റെ സാക്ഷ്യവും ദൈവകൽപ്പനയുമുള്ള അന്ത്യകാല ദൈവ പ്രവചന പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുന്ന യേശു മഹാരാജാവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതിനും ഭൗതികവാദത്തെയും എല്ലാ ആസ്പര വിദ്യകളെയും എല്ലാ ജ്ഞാനവിദ്യകളെയും പ്രേതാത്മവാദത്തെയും വിഗ്രഹാരാധനയും മനുഷ്യനിർമ്മിതമായ പള്ളികളെയും കോട്ടകളെയും വിഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ജീവദാതാവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും സ്വീകരിച്ച് ദൈവാരാധനയെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധരായി നിങ്ങൾ നീങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെന്നില്ല. ഈ മധ്യാഹ്നത്തില് പരിശുദ്ധാത്മാവ് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ ക്ഷണം കേൾക്കുമ്പോൾ വളരെ സാവകാശത്തോടുകൂടി നിങ്ങളുടെ രഹസ്യ പാപങ്ങൾ നിങ്ങൾ ദൈവവുമായിട്ട് പറയാം. നിങ്ങളുടെ സഹോദരിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പരസ്പരം നിങ്ങൾ കേട്ടു പറഞ്ഞ് ഒരു പുതിയ പ്രത്യാശയിലേക്ക് വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ ഇതാ സകലതും കഴിഞ്ഞു, ഇതാ അവൻ സർവവും പുതുതായി തീർന്നു. If any man be in Christ, all the things are passed away. Behold, all things have become new. In Jesus Christ, you can be a new creature now. 2 Corinthians 5:17. ദമസ്കോസ് റോഡിൽ രൂപാന്തരപ്പെട്ട ശൗല്യൻ അനാനിയാസിനാൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അന്ത്യകാല സത്യങ്ങളുടെ യേശു ക്രിസ്തുവിന്റെയും ധീരസാക്ഷിയായിട്ട് 14 ലേഖനങ്ങളുടെ പ്രധാനപ്പെട്ട ശില്പിയായിട്ട് ഒരു കണ്ണിന്റെ ഭാഗിക കാഴ്ച നഷ്ടപ്പെട്ട് നിന്റെ കൃപ എനിക്ക് മതിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 2 Corinthians 12 ആ സഞ്ചരിച്ച ദൈവ മനുഷ്യനെ നമ്മൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. യേശു മഹാരാജാവ് രാജാധിരാജാവായിട്ട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടി കാഹളധ്വനികളോടുകൂടി 10,000-കണക്കിന് മാലാഖമാരെയും ലോകത്തിലറിയപ്പെട്ട ഏറ്റവും വലിയ സംഗീത വിരുന്നുകളോടും കൂടി ആകാശങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ മധ്യാഹ്നത്തിൽ യേശു മഹാരാജാവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഭൗതികവാദത്തെയും അതിന്റെ എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് പരിശുദ്ധാത്മ പ്രേരിതമായിട്ട് രൂപാന്തരപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തകാലങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട പരിശുദ്ധനായ കർത്താവേ,
അഖിലാണ്ടത്തിന്റെ വീണ്ടെടുപ്പുകാരനും രക്ഷകനും നിർമ്മാതാവുമാകിയ സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നിരിക്കുന്ന സന്തോഷ വർത്തമാനത്തിന് വേണ്ടി സ്തോത്രം. നിത്യസുവിശേഷത്തിന്റെ അഭിഷേകമായിട്ട് ന്യായത്തിനകത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി നിർണയിക്കുന്നതുകൊണ്ട് നിന്റെ നീതിയുള്ള വലം കൈയെ നീട്ടി ഞങ്ങളെ രക്ഷിക്കുന്ന വലിയ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളെ ഒരിക്കണം. ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കണം. യേശുവിന്റെ പുണ്യനാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവ ശുശ്രൂഷയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിച്ചല്ലോ. ഇന്ന് കേട്ട തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ. തിരുവചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ AJ ടിറ്റോ അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ അവസാന ഭാഗമായി നമുക്കെല്ലാവർക്കും കൂടി 456 പാട്ട് സത്യപ്രതിഭ ഗാനത്തിൽ നിന്ന് 456 പാട്ട് യേശുവെ പോലെയാകാം എന്നുള്ള പാട്ട് നമുക്കെല്ലാവർക്കും പാടാം. ജീവിപ്പാൻ ഇവയെ കാം
ഇപ്രകാരം നിൽക്കുമ്പോൾ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവ, നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ മണിക്കൂറുകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ആഴ്ചയിലൊക്കെയും വലിയവനായ ദൈവത്തിൻ്റെ വിലയേറിയ സാന്നിധ്യമുണ്ടായിരുന്നു. വരാമാവുന്ന ആപത്തിലും രോഗത്തിൽ നിന്നും മറ്റ് മഹാമാരിയിൽ നിന്നും ഒക്കെയും വിടുവിച്ച് ഞങ്ങളുടെ ചെറിയൻ മറവിൽ സൂക്ഷിച്ചതിനായി സ്തോത്രം. ഓരോ വിശുദ്ധ ദിവസത്തിൻ്റെ ശബത്തിൽ ശുശ്രൂഷയിൽ ആയിരിക്കാൻ തക്കണം സഹായിച്ചല്ലോ. ആ മഹാകൃപയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇവിടെ അനിഷ്ട സംഭവങ്ങൾ, മഹാമാരി, മറ്റ് പോരാട്ടങ്ങൾ, പ്രതിസന്ധികളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ജീവനുള്ള ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി നിലനിൽക്കുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ച മഹാകൃപയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ AJ ടിറ്റോ അവരിൽ നിന്ന് ലഭിച്ച വിലയേറിയ വചനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ ലോകം മൊത്തം നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്താവും എന്നുള്ള തിരുവചനത്തെ അടിസ്ഥാനമാക്കി വിലയേറിയ വചനവടികളോട് ശുശ്രൂഷിച്ചല്ലോ. നമ്മൾ എന്ത് നേടിയിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനെ പ്രാപിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ, അതിനുവേണ്ടി നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാകുന്നുവെന്ന് പാർശ്വൽ കൂടി നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിച്ചല്ലോ. ഈ ലോകം അതിനുള്ളതെല്ലാം നശിച്ചു പോകും. എന്നാലും നശിക്കാത്ത വലുവനായ ദൈവത്തിൻ്റെ വിലയേറിയ ആ വചനത്തിൽ അടിയുറച്ചുകൊണ്ട്, ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പൊന്മുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ ഞാൻ സകലത്തിലും ഞങ്ങൾ അരിഷ്ടത്രേ എന്ന തിരുവചനം വിശുദ്ധ പൗലോസിൽ കൂടി ഞങ്ങളെ ഓർപ്പിച്ചുവല്ലോ. ആയതിനാൽ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങൾ ദൈവകൽപ്പനയും യേശുമുള്ള വിശ്വാസം കാത്തുകൊണ്ട്, ആ സഹിഷ്ണുത പ്രാപിച്ചുകൊണ്ട് ആ വിശുദ്ധ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. വചനം ശുശ്രൂഷിച്ച പാർശ്വ ഞങ്ങൾ തിരുസനിലേക്ക് വയ്ക്കുന്ന കർത്താവേ, അധികമായി ശുശ്രൂഷിപ്പാൻ ഉള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് തൻ്റെ മകന് കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന എല്ലാ പ്രത്യാശയ്ക്കായി സ്തോത്രം. കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ സെക്ഷനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ വിദേശത്ത് ജോലി ചെയ്യുന്നതിൻ്റെ മക്കൾ, സ്വദേശത്തായിരിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ എല്ലാവരെയും ഞങ്ങളുടെ തിരുസനിലേക്ക് വയ്ക്കുന്ന കർത്താവേ, എല്ലാ നന്മകളാലും വിടുതലിനാലും ആശ്വാസത്താലും സമൃദ്ധിയാലും എല്ലാവരെയും നിറയ്ക്കണം, അനുഗ്രഹിക്കണം. ആദ്യോടൊന്നും കൂടെ ഇരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. എൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടണമേ. എൻ്റെ രാജ്യം വരണമേ. എൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. നമുക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങൾ ക്ഷമിക്കണം. പരീക്ഷയിൽ കടത്താതെ ദോഷങ്ങളിൽ നിന്ന് വിടുതൽ ചെയ്യണം. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും നയിക്കുന്നതിനൊക്കെയുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കളുടെ മേലും ലോകത്തെമ്പാടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ, കൊറോണ ബാധിതരായി കഷ്ടപ്പെടുന്നവരുടെ മേലും ഈ പ്രദേശത്തോടും ഇന്നും എന്നും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ആടിയാരേ മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ.
അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം സഹായിച്ചതിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഇന്ന് വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ AJ ടിറ്റോ അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റേതായിട്ടുള്ള നന്ദിയും കൂടെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്തൃദിനമാം ശബത്ത്
വരമേകും വിശുദ്ധ